കെ.എം. മാണി പി.ജെ. ജോസഫുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഉണ്ട്. അതുമായി ഞങ്ങളുടെ പ്രതിനിധി എം.ആർ. സജേഷ് ചേരുകയാണ്. സജേഷ്, ഇന്നലെ മുതൽ പി.ജെ. ജോസഫിൻ്റെ ഇടയിൽ ഒരുപക്ഷെ പരസ്യമായ ഘട്ടത്തിലേക്ക് വരെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇന്ന് കൂടിക്കാഴ്ച എന്തൊക്കെയാണ് വിവരങ്ങൾ? മുമ്പാണ് തൈക്കാട് ഗസ്റ്റ് ഹൗസിലെത്തി കെ.എം. മാണിയുമായി പി.ജെ. ജോസഫ് കൂടിക്കാഴ്ച നടത്തിയത്. നിലപാടിൽ പി.ജെ. ജോസഫ് ഉറച്ചു നിൽക്കുകയാണ്. 2 സീറ്റ് കൂടുതൽ വേണം. ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജിനും മത്സരിക്കേണ്ടതുണ്ട്. 4 സീറ്റ് മാത്രം നൽകുമെന്നാണ് ഇന്നലെ ദില്ലിയിൽ വെച്ചും മാധ്യമമാണി പറഞ്ഞത്. മുൻപ് മത്സരിച്ച അത്രയും സീറ്റുകൾ നൽകുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന തരത്തിലാണ് അനുനയ ശ്രമങ്ങളിൽ പോലും കെ.എം. മാണി പ്രതികരിക്കുന്നത്. അത് അംഗീകരിക്കാനാവില്ല. 2 സീറ്റ് കൂടുതൽ വേണം. 6 സീറ്റ് വേണം എന്ന ആവശ്യം കെ.എം. മാണിയെ നേരിട്ട് കണ്ടു തന്നെ പി.ജെ. ജോസഫ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പി.ജെ. ജോസഫ് വിഭാഗത്തിന്റെ യോഗത്തിലുണ്ടായ പൊതുവികാരം നിലവിലെ കടുംപിടുത്തത്തിൽ കെ.എം. മാണി തുടരുകയാണെങ്കിൽ മുന്നണി വിടുന്നതിനെ കുറിച്ച് പോലും ആലോചിക്കണം, അതല്ലെങ്കിൽ പ്രത്യേക ഘടകകക്ഷിയായി UDF-ൽ തന്നെ നിലയുറപ്പിക്കണമെന്നാണ്. ആ നിലപാട് പി.ജെ. ജോസഫ് ആവർത്തിച്ച് പറയുന്നതിന് തുല്യമാണ്. പി.ജെ. ജോസഫ് മാത്രമാണ് മുന്നണി വിടേണ്ടെന്ന നിലപാട് ജോസഫ് വിഭാഗത്തിൽ പോലും കൈക്കൊള്ളുന്നത്. അതനുസരിച്ചാണ് പി.ജെ. ജോസഫ് ചില അനുനയ ശ്രമങ്ങൾ നടത്തുന്നത്. ആ അനുനയത്തിന്റെ ഭാഗമായി അവസാനത്തെ ആവശ്യമെന്ന നിലയിലാണ് ഈ 2 സീറ്റ് കൂട്ടിച്ചോദിച്ചിട്ടുള്ളത്. ഇതിൽ മാണിയുടെ നിലപാട് നിർണായകമാണ്. തീർച്ചയായും സജേഷ്, ഇതുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തകളും ആദ്യം നൽകിയ ഒരു റിപ്പോർട്ടർ എന്നുള്ള നിലയിൽ കൂടിയാണ് സജേഷിനോട് ചോദിക്കുന്നത്. സജേഷ്, ഇത്തരത്തിൽ ഒരു ആവശ്യം, അതായത് മാണി വഴങ്ങിയില്ല എങ്കിൽ, ഇന്നത്തെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട നിർണായകമാണ്, അങ്ങനെയെങ്കിൽ മാണി വഴങ്ങിയില്ല എങ്കിൽ പ്രത്യേക ഘടകകക്ഷിയാകണമെന്ന പി.ജെ. ജോസഫിന്റെ അത് പ്രായോഗികമായി മുമ്പോട്ട് പോകാൻ സാധ്യമാണോ? മുന്നണി വിടുകയല്ലേ അത്തരത്തിൽ സീറ്റ് കൂടുതൽ ലഭിക്കാനായി അവർക്ക് മുമ്പോട്ട് വെക്കാനുള്ള ഏകമാർഗം? പ്രായോഗികമായി അതല്ലേ സജേഷ്? തീർച്ചയായും ഷാദ, ഇതിൽ പി.ജെ. ജോസഫ് ഒഴികെ ജോസഫ് വിഭാഗത്തിലെ മുതിർന്ന നേതാക്കളായിട്ടുള്ള കെ.സി. ജോസഫ്, ആന്റണി രാജു, ഫ്രാൻസിസ് ജോർജ് തുടങ്ങിയവരെല്ലാം മുന്നണി വിടണമെന്ന അഭിപ്രായമാണ് ഈ ജോസഫ് വിഭാഗത്തിന്റെ യോഗത്തിൽ പ്രകടിപ്പിച്ചത്. 90% നേതാക്കളും മുന്നണി വിടണമെന്ന ആവശ്യം തന്നെ പറയുന്നു. എന്നാൽ പി.ജെ. ജോസഫ് മാത്രമാണ് മുന്നണി വിടേണ്ട എന്ന നിലപാടിൽ നിലവിൽ നിൽക്കുന്നത്. അതിന്റെ ഭാഗമായാണ് അവസാന അനുനയ ശ്രമങ്ങൾ പി.ജെ. ജോസഫ് നടത്തുന്നത്. ഇന്നലെ ജോസഫ് വിഭാഗത്തിന്റെ യോഗത്തിലും പി.ജെ. ജോസഫ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ലല്ലോ, ചർച്ചയ്ക്ക് ഇനിയും ബാക്കിയുണ്ടല്ലോ സമയം, ഞാനത് പരിശോധിക്കാം എന്ന നിലപാട് പറയുകയും ഫ്രാൻസിസ് ജോർജ്, ആന്റണി രാജു എന്നിവർ മത്സരിക്കേണ്ട കാര്യത്തിൽ നിർബന്ധമുണ്ട് എന്ന തരത്തിൽ ഒരു തീരുമാനത്തിലുമാണ് ജോസഫ് വിഭാഗം എത്തിയത്. അതനുസരിച്ചാണ് കെ.എം. മാണിയുമായി ഇന്ന് നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും അന്തിമമായി തന്നെ തങ്ങളുടെ ഗ്രൂപ്പിന്റെ നിലപാട് പറയുകയും ചെയ്തിട്ടുള്ളത്. ജോസഫ് വിഭാഗത്തെ സംബന്ധിച്ച് സീറ്റ് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോസ് കെ മാണിയോടുള്ള കടുത്ത പ്രതിഷേധം ജോസഫ് വിഭാഗത്തിൽ നിലനിൽക്കുന്നു. ജോസ് കെ മാണി പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, BJP-യുമായി ധാരണയുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടുണ്ട്. അക്കാര്യം തൽക്കാലം ചർച്ച ചെയ്യേണ്ട, മറിച്ച് സീറ്റിന്റെ കാര്യം ചർച്ച ചെയ്യാം. സീറ്റ് 6 സീറ്റും വാങ്ങിക്കൊണ്ട് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന നിലപാട് ജോസഫ് വിഭാഗം നേതാക്കളുടെ യോഗത്തിൽ ഇന്നലെ മുന്നോട്ട് വെച്ചത്. അതിന്റെ ഭാഗമായി കൂടിയാണ് കെ.എം. മാണിയെ കണ്ട് അന്തിമമായി നിലപാട് പറഞ്ഞത്. എന്നാൽ മാണി ഇപ്പോഴും മനസ്സ് തുറന്നിട്ടില്ല. മാണിയെ സംബന്ധിച്ചിടത്തോളം 4 സീറ്റിലപ്പുറം നൽകേണ്ടതില്ല എന്ന ലൈൻ തന്നെയാണ് മാണി ഇപ്പോഴും സ്വീകരിക്കുന്നത്. കെ.എം. മാണി രാജിവെക്കുന്ന സാഹചര്യത്തിൽ പി.ജെ. ജോസഫ് രാജിവെക്കണം എന്ന മാണിയുടെ ആവശ്യം ജോസഫ് വിഭാഗം നിരാകരിച്ചിരുന്നു. അതിലെ പ്രതിഷേധം കൂടിയാണ് മാണി 4 സീറ്റ് മാത്രം നൽകിക്കൊണ്ട് പ്രകടിപ്പിക്കുന്നത്. കൂടുതൽ സീറ്റ് വേണമെങ്കിൽ കോൺഗ്രസിനോട് ആവശ്യപ്പെടൂ എന്ന നിലപാടാണ് മാണി ഇപ്പോഴും തുടരുന്നത്. ആ നിലപാട് കെ.എം. മാണി തുടർന്നാൽ കേരള കോൺഗ്രസിൽ ഒരു പിളർപ്പ് ഉറപ്പാണ്. ജോസഫ് വിഭാഗം UDF-ൽ പ്രത്യേക കക്ഷിയായി നിൽക്കുമോ, മുന്നണി വിടുമോ എന്ന കാര്യത്തിൽ മാത്രമായിരിക്കും ഒരു തീരുമാനം ബാക്കി വരേണ്ടത്. തീർച്ചയായും അത്തരത്തിലെങ്കിൽ വളരെ നിർണായകമായ കൂടിക്കാഴ്ച. ഒരുപക്ഷെ കേരള കോൺഗ്രസിന്റെ ഈ ജോസഫ് മാണി സംയുക്ത കേരള കോൺഗ്രസിന്റെ ദിശ തന്നെ തൊട്ടടുത്ത നിമിഷങ്ങൾ തീരുമാനിക്കുകയും ചെയ്യും സജേഷ്. അങ്ങനെയെങ്കിൽ ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജിനെയും പോലെയുള്ളവർ മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരാവശ്യം, സീറ്റുമായി ബന്ധപ്പെട്ട കാര്യം പ്രധാനമാണ് എങ്കിൽ പോലും ആശയപരമായ ചില ഭിന്നതകൾ കൂടിയുണ്ട്. ഒന്ന് BJP-യുമായുള്ള കൂട്ടുകെട്ട്. മാണി ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് പരസ്യമായ ഒരുപക്ഷെ പ്രതികരിക്കുന്നു എങ്കിൽ മാണിക്ക് വേണ്ടി പ്രതികരിക്കുന്നു എങ്കിൽ പോലും ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിന്റെ ഇമേജ് ഇടിച്ച മാണിയുടെ പ്രശ്നം. 3, ഈ ജോസ് കെ മാണിയെ അവതരിപ്പിച്ചുകൊണ്ട് മകനിലൂടെ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ആശയപരമായ പ്രശ്നങ്ങൾ കൂടി ജോസഫിന്റെ 2ാം നിര മുമ്പോട്ട് വെക്കുന്നുണ്ട്, അല്ലേ സജേഷ്? തീർച്ചയായും ഷാദ, ഈ പ്രശ്നങ്ങളെല്ലാം ജോസഫ് വിഭാഗത്തിലെ 2ാം നിര നേതാക്കളാണ് ഇതുവരെ പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ജോസഫ് വിഭാഗത്തിലെ 1ാം നിര നേതാക്കൾ തന്നെ അത്തരത്തിലൊരു ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത്. ഒരു തരത്തിലും ജോസ് കെ മാണി ജോസഫ് വിഭാഗം നേതാക്കളെ പരിഗണിക്കുന്നില്ല. ജോസ് കെ മാണി പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുകയാണ്
തുടങ്ങിയ ആരോപണങ്ങൾ ആണ് ജോസഫ് വിഭാഗം ഉന്നയിക്കുന്നത്. ഒരു തരത്തിലും ഒരുമിച്ച് മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാട് 90% നേതാക്കളും സംസാരിക്കുമ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അവർ പരസ്യ പ്രതികരണത്തിന് മുതിരാത്തത് ജോസഫ് തന്നെ നേരിട്ട് അവരോട് അവസാനവട്ട അനുനയ ശ്രമത്തിന് താൻ ശ്രമിക്കുന്നുവെന്ന സൂചന നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ജോസഫ് വിഭാഗം നേതാക്കളിൽ PC ജോസഫ് ഒഴിച്ചുള്ളവർ പരസ്യ പ്രതികരണത്തിന് മുതിരാത്തത്. അതോടൊപ്പം തന്നെ ചില ന്യായമായ ആവശ്യങ്ങളും ജോസഫ് വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു. ഫ്രാൻസിസ് ജോർജ് കഴിഞ്ഞ തവണ MP സ്ഥാനത്തേക്ക് മത്സരിക്കാതെ മാറി നിന്നു. അതോടൊപ്പം തന്നെ ആന്റണി രാജുവിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ പുറത്തു നിൽക്കുകയാണ്. നിലവിലെ 4 സീറ്റുകളാണുള്ളത്. TU കുരുവിളയും KC ജോസഫും മോൻസ് ജോസഫും PJ ജോസഫുമാണ് ഈ സീറ്റുകളിൽ കഴിഞ്ഞ തവണ മത്സരിച്ചത്. ഇവർ മാത്രം മത്സരിക്കുന്ന ഒരവസ്ഥയും ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജും പുറത്തു നിൽക്കുന്ന ഒരവസ്ഥയും അംഗീകരിക്കാനാവില്ല. അതിൽ അടിയന്തരമായ ഒരു നിലപാടുണ്ടാക്കണമെന്ന് PJ ജോസഫിനോട് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആവശ്യം മാണി അംഗീകരിച്ചില്ലെങ്കിൽ എന്തും സംഭവിക്കാവുന്ന തരത്തിലാണ് കേരള കോൺഗ്രസ് നിലവിലെ അവസ്ഥ. അജിൻഷാദ്, തീർച്ചയായും കൂടിക്കാഴ്ചയുടെ തുടർന്നുള്ള വിവരങ്ങൾക്കായി സജേഷിനെ ബന്ധപ്പെടുകയും ചെയ്യാം തുടർന്നുള്ള സമയങ്ങളിൽ, നിമിഷങ്ങളിൽ. തീർച്ചയായും നിർണായകമായ കൂടിക്കാഴ്ചയാണ് PJ ജോസഫും KM മാണിയും തമ്മിൽ നടക്കുന്നത്. കൂടിക്കാഴ്ചയിൽ ഇതുവരെ മാണി വഴങ്ങുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അങ്ങനെയെങ്കിൽ പിളർപ്പ് ആസന്നമാകുന്ന ഒരു നിമിഷമാണ് ഈ ഘട്ടത്തിൽ രാഷ്ട്രീയമായി വിലയിരുത്തുമ്പോൾ അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങളും ഒക്കെ ക്രോഡീകരിക്കുമ്പോൾ നൽകാനാകുന്നത് എന്ന് ഞങ്ങളുടെ പ്രതിനിധി സജേഷ് റിപ്പോർട്ട് ചെയ്യുകയാണ്. മാണി ജോസഫ് കൂടിക്കാഴ്ച സീറ്റുമായി ബന്ധപ്പെട്ട് മറ്റ് വിവിധ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് പിരിയുന്ന ഘട്ടം എന്ന വാർത്ത സജീവമായി നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച. ഇതിൻ്റെ വിശദാംശങ്ങളാണ് സജേഷ് നൽകിയത്. തീർച്ചയായും റെയിൽവേ ബജറ്റുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു വാർത്ത. മുഖ്യമന്ത്രിക്ക് വീണ്ടും തിരിച്ചടി. സോളാർ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്ന രീതിയിലുള്ള പരാതി തള്ളിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ ഉത്തരവാണ് തൃശൂർ വിജിലൻസ് കോടതിയിൽ നിന്നെത്തുന്നത്. അതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ദിൽജിത്ത് ചേരുകയാണ്. ദിൽജിത്ത്, എന്താണ്? അജിൻഷാദ്, മുഖ്യമന്ത്രിക്കെതിരെ സരിതാ നായരും അതുപോലെ തന്നെ നേതാക്കളും ഗൂഢാലോചന നടത്തി മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനായി ഗൂഢാലോചന നടത്തിയെന്ന ആരോപണമാണ് ഇപ്പോൾ ശരിയല്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് തള്ളിയിരിക്കുന്നത്. ലോയേഴ്സ് കോൺഗ്രസ് പ്രതിനിധി ശ്യാംകുമാർ നൽകിയ പരാതിയാണ് ഇപ്പോൾ തൃശൂർ വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ സോളാർ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ സരിതാ നായരുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പൊതുപ്രവർത്തകൻ PD ജോസഫ് നൽകിയ പരാതിയിൽ തൃശൂർ വിജിലൻസ് കോടതി FIR രജിസ്റ്റർ ചെയ്യാനുള്ള ഉത്തരവ് ഇട്ടിരുന്നു. ഈ ഒരു പരാതി അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാതി കെട്ടിച്ചമയ്ക്കാൻ CPM-ഉമായി പ്രത്യേകിച്ച് EP ജയരാജനുമായി സരിത ഗൂഢാലോചന നടത്തി അതിൽ PD ജോസഫ് പങ്കാളിയായി എന്നുള്ള ഒരു പരാതിയാണ്. അത്തരത്തിൽ സരിതാ നായരുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ PD ജോസഫ് നൽകിയ പരാതി ആ പരാതി കെട്ടിച്ചമച്ചതാണ് അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ലോയേഴ്സ് കോൺഗ്രസിന്റെ പ്രതിനിധി ശ്യാംകുമാർ നൽകിയ ഹർജിയാണ് ഇപ്പോൾ കോടതി പരിഗണനയ്ക്കായി എടുത്തത്. ശ്യാംകുമാറിന്റെ പരാതി കഴിഞ്ഞ മാസമാണ് ശ്യാംകുമാർ ഇത്തരത്തിലൊരു പരാതി നൽകിയിരുന്നത്. ഈ പരാതി കണക്കിലെടുത്തുകൊണ്ട് പരാതിക്കാരന്റെ മൊഴിയും മറ്റും കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് കോടതി ഇത്തരത്തിലുള്ള ആരോപണം നിലനിൽക്കുന്നതല്ല, ഗൂഢാലോചന നടത്തി എന്ന തരത്തിൽ പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ CPM-ഉം സരിതയും PD ജോസഫും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന ആരോപണമാണ് ഇതോടെ പൊളിയുന്നത്. തീർച്ചയായും അങ്ങനെയെങ്കിൽ നിർണായകമാണ് ദിൽജിത്ത് ഈ സംഭവവികാസങ്ങൾ. ഏറ്റവും പുതിയത്, അതായത് സോളാർ കമ്മീഷന്റെ വരവ് അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തെത്തട്ടെ എന്നതായിരുന്നു AK ആന്റണി അടക്കം മുമ്പോട്ട് വെച്ചിരുന്ന കാര്യം. ഒരു പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ പ്രഥമ ദൃഷ്ടിയാൽ എല്ലാ കാര്യങ്ങളും എതിരായി വരുന്ന ഘട്ടത്തിലൊക്കെയും അതൊക്കെ വാർത്തയുടെ സമ്മർദ്ദങ്ങളാണ് എന്നതായിരുന്നു കോൺഗ്രസ് നേതൃത്വവും മുഖ്യമന്ത്രിയും മുമ്പോട്ട് വെച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ ഒക്കെ മാനങ്ങൾ മാറുന്നു എന്ന സൂചനയാണ് ഒരു പക്ഷേ ഇവിടെ നൽകപ്പെടുന്നത്. സോളാർ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടില്ല എന്നതാണ് പരാതി തള്ളുക വഴി കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നത്. അങ്ങനെയെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടുക മറ്റൊരു ദിശയിൽ കൂടിയാകും. ദിൽജിത്ത്, തീർച്ചയായും അജിൻഷാദ്, ഇത്തരത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിൽ ഗൂഢാലോചന നടന്നിരുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിലൊരു പരാതി PD ജോസഫിന്റെ പരാതി ലഭിച്ചതിനെ തുടർന്നാണ് കോടതിയിൽ നിന്ന് മുഖ്യമന്ത്രിക്കെതിരെ നടപടിക്കുള്ള ഒരു നിർദ്ദേശം കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു വാർത്തയ്ക്ക് അത്തരത്തിലൊരു സംഭവത്തിന് മുമ്പ് അതിനുശേഷം കോടതി തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവിന് മുഖ്യമന്ത്രിക്കെതിരായുള്ള ഉത്തരവിന് പിന്നീട് സ്റ്റേയും ഒക്കെ ലഭിച്ചിരുന്നുവെങ്കിൽ കൂടി ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് PD ജോസഫ് പൊതുപ്രവർത്തകനായ PD ജോസഫും സരിതയും
അതുപോലെ തന്നെ EP ജയരാജനും ഈ അവരുടെ എല്ലാം ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു പരാതിയുമായി PD ജോസഫ് വിജിലൻസ് കോടതിയെ സമീപിച്ചത് എന്ന തരത്തിലുള്ളൊരു ആരോപണമാണ് ഇവർ ഉന്നയിച്ചത്. OS കോൺഗ്രസ് ഉന്നയിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള ആ പരാതിയുടെ പരിശോധനാ വേളയിലാണ് ഇത്തരത്തിൽ ഹർജി പരിഗണിക്കവെയാണ് ഇപ്പോൾ ഗൂഢാലോചനയ്ക്കുള്ള തെളിവുകൾ കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ തൃശൂർ വിജിലൻസ് കോടതിയിൽ നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഗൂഢാലോചന എന്ന ആരോപണം നിലനിൽക്കുന്നതല്ല എന്നൊരു നിരീക്ഷണമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഗൂഢാലോചന നടന്നുവെന്ന കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും അവകാശവാദം അല്ലെങ്കിൽ അതാണ് ഇപ്പോൾ പൊളിയുന്നത്. അതായത് ദിൽജിത്ത്, കുറെ കൂടി സുതാര്യമായി പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കെതിരെ ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്നും അത് ഗൂഢാലോചനയുടെ ഫലമാണ് എന്നുമുള്ള വാദം സ്റ്റാൻഡ് ചെയ്യുന്ന ഒന്നും കോടതിക്ക് മുന്നിൽ ലഭിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടില്ല എന്നതാണ് ഈ ഉത്തരവ് പറയുന്നത്. തീർച്ചയായും സരിതാ നായർ സോളാർ കമ്മീഷനിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ, ആ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ സോളാർ കമ്മീഷനിൽ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സരിതാ നായർ മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങിയിരുന്നു. ആ മൊഴി രേഖപ്പെടുത്തി ഏകദേശം 4 or 5 ദിവസങ്ങൾക്ക് ശേഷം ആണ് ഇത്തരത്തിൽ സരിതാ നായർ അതുവരെ നൽകിയിരുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ, ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അക്കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അധികാരപരിധിയിൽ നിന്ന് വിട്ട് മറ്റ് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നിരുന്നത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു പൊതുപ്രവർത്തകനായ PD ജോസഫ് മാധ്യമ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെ ഒരു സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചന നടത്തിയതായി കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നായിരുന്നു ലോയേഴ്സ് കോൺഗ്രസിന്റെ ആരോപണവും. EP ജയരാജൻ ഇത്തരത്തിൽ സരിതാ നായരെയും തീർച്ചയായും ദിൽജിത്ത്, അങ്ങനെയെങ്കിൽ ഇത് തള്ളിക്കൊണ്ട് കോടതി എന്തെങ്കിലും നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ? അത്തരം വാർത്തകൾ ലഭ്യമായിട്ടുണ്ടോ? പൂർണ്ണമായും അത്തരം വിശദാംശങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ ഏതായാലും ഇത്തരം പരാതി നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ പരാതി അല്ലെങ്കിൽ ഹർജി തള്ളാനുള്ളൊരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് കേസ് പരിഗണിക്കുന്നതിന്റെ ഒപ്പം മറ്റെന്തെങ്കിലും പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്രയും പരാമർശങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. ഏതായാലും ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഗൂഢാലോചന നടത്തി മുഖ്യമന്ത്രിക്കെതിരെ CPM-ന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന ലോയേഴ്സ് കോൺഗ്രസിന്റെ ആരോപണം നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടതിനെ തുടർന്ന് ഈ പരാതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന കോൺഗ്രസിന്റെയും മുഖ്യമന്ത്രിയുടെയും ആരോപണങ്ങൾ ഇപ്പോൾ പൊളിഞ്ഞു. തീർച്ചയായും മുഖ്യമന്ത്രിക്കും കോൺഗ്രസിനും UDF-നും ഒക്കെ ഒരിക്കൽ കൂടി തിരിച്ചടി സോളാറുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ ഒരു ഗൂഢാലോചനയും നടന്നിട്ടില്ല എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പുറത്തെത്തുന്നത്. സോളാർ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും അതിൻ്റെ ഭാഗമാണ് ഇത്തരം സരിതയുടെ നീക്കങ്ങൾ എന്നുമൊക്കെയുള്ള ലോയേഴ്സ് കോൺഗ്രസിന്റെ വാദങ്ങൾ പൊളിഞ്ഞിരിക്കുകയാണ്. ആ പരാതി തൃശൂർ വിജിലൻസ് കോടതി തള്ളി. അതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ദിൽജിത്ത് നൽകിയത്. തീർച്ചയായും അതവിടെ നിൽക്കട്ടെ. നമുക്ക് റെയിൽവേ ബജറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് തന്നെ പോകാം. റെയിൽവേ ബജറ്റ് അവതരിപ്പിക്കാനായി സുരേഷ് പ്രഭു എത്തിയിരിക്കുന്നു. ഇപ്പോൾ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, തീർച്ചയായും സന്തോഷ് കേൾക്കാമെങ്കിൽ റെയിൽവേ ബജറ്റ് അവതരിപ്പിക്കാനായി സുരേഷ് പ്രഭു എത്തി. തീർച്ചയായും അജുംഷാദ് 12 മണിയോടുകൂടി റെയിൽവേ ബഡ്ജറ്റ് അവതരണത്തിലേക്ക് കേന്ദ്ര റെയിൽ മന്ത്രി സുരേഷ് പ്രഭു കടക്കും. ഇപ്പോൾ ലോക്സഭാ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. അല്പസമയം മുമ്പ് റെയിൽ മന്ത്രി സുരേഷ് പ്രഭുവും സഹമന്ത്രി മനോജ് സിൻഹയും പാർലമെന്റിലേക്ക് എത്തി. മാധ്യമങ്ങൾക്ക് മുമ്പിൽ റെയിൽവേ ബഡ്ജറ്റിന്റെ പെട്ടി ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഉള്ളിലേക്ക് കടന്നത്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൂടിയായ സുരേഷ് പ്രഭു റെയിൽവേക്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കടബാധ്യതകളും നഷ്ടങ്ങളും ഒക്കെ നികത്തുന്നതായിരിക്കും പുതിയ ബഡ്ജറ്റിലൂടെ മുന്നോട്ട് വയ്ക്കുക എന്നതാണ് ഏറെ പ്രതീക്ഷിക്കുന്നത്. സുരേഷ് പ്രഭുവിന്റെ രണ്ടാമത്തെ റെയിൽവേ ബഡ്ജറ്റ് കൂടിയാണിത്. നിലവിലെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ ഏകദേശം 17,800 ലക്ഷം കോടി രൂപയുടെ നഷ്ടത്തിലാണ് റെയിൽവേ കടന്നു പോകുന്നത്. ഇത് നികത്താനുള്ള കളികളായിരിക്കും ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുക. കഴിഞ്ഞ ബഡ്ജറ്റിൽ അദ്ദേഹം സ്വകാര്യവൽക്കരണത്തിന് തുടക്കമിട്ടിരുന്നു. ഇപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോവുക, അതിനായി FDI നിക്ഷേപം ആകർഷിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാകും. അടിസ്ഥാന സൗകര്യ വികസനം, FDI നിക്ഷേപം വർദ്ധിപ്പിക്കാനായി അടിസ്ഥാന സൗകര്യം ഒരുക്കണം. അടിസ്ഥാന സൗകര്യ
വികസനത്തിനായിരിക്കും ഈ ബഡ്ജറ്റിൽ കൂടുതൽ പ്രാമുഖ്യം നൽകുക എന്ന് നേരത്തെ തന്നെ റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ കണക്കുകളിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ തന്നെ നേരത്തെ റെയിൽവേ മന്ത്രാലയം ഈ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരണത്തിന് മുമ്പ് പുറത്തിറക്കിയ ഒരു കണക്കുകൾ പ്രകാരം 1 രൂപ ചിലവാക്കുമ്പോൾ 1 രൂപയുടെ ലാഭം ലഭിക്കുമ്പോൾ 1 രൂപ 17 പൈസയുടെ ചിലവാണ് വരുന്നത്. ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ 88 പൈസ വരെയെങ്കിലും എത്തിക്കാം എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷെ അത് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് മുന്നോട്ട് കൊണ്ടുപോവുക, അതായത് 1 രൂപ നേടുമ്പോൾ തന്നെ അത് ചിലവ് 90 പൈസയൊക്കെങ്കിലും കുറയ്ക്കാനുള്ളൊരു ശ്രമമായിരിക്കും ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുക. കൂടാതെ 7ാം ശമ്പള കമ്മീഷൻ തന്നെ ശമ്പള വർധനവ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനാകട്ടെ 32,000 കോടി രൂപയുടെ വരുമാനം അധികമായി റെയിൽവേ കണ്ടെത്തണം. ഇതിനേക്കുള്ള പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിക്കും. ഇതിന് എന്ത് വഴികളായിരിക്കും അദ്ദേഹം ഈ ബഡ്ജറ്റിലൂടെ മുന്നോട്ട് വയ്ക്കുക എന്നതാണ് പ്രധാനമായും അറിയേണ്ടത്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ ബുള്ളറ്റ് ട്രെയിൻ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായി നാഷണൽ ഹൈവേ സ്പീഡ് റെയിൽ കോർപ്പറേഷന്റെ പ്രഖ്യാപനം അദ്ദേഹം ഈ ബഡ്ജറ്റിൽ നടത്തും എന്നതാണ്. കൂടാതെ കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ പ്രഖ്യാപിച്ച പദ്ധതികൾക്കായി ഏകദേശം 1.25 ലക്ഷം കോടി രൂപയുടെ വരുമാനം കണ്ടെത്തണം. ഇതും ഈ ബഡ്ജറ്റിൽ ഈ വരുമാനം കണ്ടെത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ ബഡ്ജറ്റിൽ അദ്ദേഹം ഉൾപ്പെടുത്തുക എന്നതൊക്കെയാണ് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കുന്നത്. തീർച്ചയായും വിഭവ സമാഹരണത്തിന് റെയിൽവേക്ക് ഒരുപാട് പരിമിതികളുണ്ട്. തീർച്ചയായും ചരക്ക് യാത്രാക്കൂലികളുടെ വർധനവായിരിക്കും ഒരു പക്ഷേ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പ് മുമ്പിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോകാതിരുന്നാൽ റെയിൽവേയിൽ ഈ സുരേഷ് പ്രഭു മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങളുടെ സംസ്ഥാപനം എങ്ങനെ സാധ്യമാക്കും? അതിനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ? ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണ് സർക്കാർ ഈ റെയിൽവേ ബജറ്റിന് മുന്നിൽ എന്നാണ് നിരീക്ഷണങ്ങൾ പുറത്തെത്തുന്നത്. സന്തോഷ്, അജിംഷാദ്, 7ാം ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ റെയിൽവേ മന്ത്രാലയത്തിന് മുമ്പിൽ ഒരു വലിയ ബാധ്യതയായി മാറിയിരിക്കുന്നത്. ഈ 7ാം ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ജീവനക്കാരുടെ ശമ്പള വർധനവ് അടക്കമുള്ളവയ്ക്കായി 32,000 കോടി രൂപ 32,000 കോടി രൂപ അധികമായി കണ്ടെത്തണം എന്നാണ് റെയിൽവേയുടെ കണക്കുകൾ പറയുന്നത്. ഇതിനായുള്ള വിഭവ സമാഹരണം എങ്ങനെയായിരിക്കും ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുക? അതിനായി പ്രാഥമികമായി വേണ്ടുന്നത് യാത്രാ നിരക്കും പിന്നെ ചരക്ക് കൂലി നിരക്കും വർധനവാണ്. അത് 5% മുതൽ 10% വരെ വർദ്ധിപ്പിക്കേണ്ടി വരും. പക്ഷേ നിലവിൽ ഡീസൽ വില വളരെ കുറഞ്ഞിരിക്കുന്നു. അത്തരത്തിലൊരു ലാഭം റെയിൽവേക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ 5 സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കുന്നു. ഈ സാഹചര്യത്തിൽ ഒരു യാത്രാക്കൂലി നിരക്ക് വർധനവിലേക്ക് കടക്കുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാകും എന്ന് NDAയും BJPക്കും തന്നെ കണക്ക് കൂട്ടുന്നു. പ്രത്യേകിച്ച് ഈ കേരളമടക്കമുള്ള ഈ സംസ്ഥാനങ്ങളിലേക്ക് പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുക, പുതിയ ട്രെയിനുകൾ പ്രഖ്യാപിക്കുക, അങ്ങനെ കൈയടി നേടുക. ചരക്ക് കൂലി വർധനവോ യാത്രാക്കൂലി വർധനവോ പെട്ടെന്ന് നടപ്പിലാക്കാതിരിക്കുക. ഇതാണ് രാഷ്ട്രീയമായി മറ്റു പാർട്ടികളും BJP അടക്കമുള്ളവർ റെയിൽവേക്ക് മുമ്പിൽ വച്ചിരിക്കുന്നത്. പക്ഷേ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ഇതിനും അപ്പുറം കഴിഞ്ഞ സാമ്പത്തിക വർഷം ലക്ഷ്യം വെച്ച നേട്ടങ്ങളൊന്നും കൈവരിക്കാനായില്ല. വേറെ തന്നെ പുറത്തിറക്കിയ കണക്ക് പ്രകാരം ഏകദേശം 17,800 കോടി രൂപയുടെ നഷ്ടത്തിലാണ് ഇപ്പോൾ റെയിൽവേ മുന്നോട്ട് പോകുന്നത്. അത് അങ്ങനെ തന്നെ പോവുക, അധിക വിഭവ സമാഹരണം കണ്ടെത്താതിരിക്കുക, ഇതൊക്കെ റെയിൽവേ എന്നേക്കുമായി അടച്ചുപൂട്ടിൻ്റെ വക്കിൽ എത്തിക്കും എന്നാണ് സുരേഷ് പ്രഭു പറയുന്നത്. രാഷ്ട്രീയമായി ഇങ്ങനെ ഒരു സമ്മർദ്ദമുണ്ട്, യാത്രാ കൂലിയും ചരക്ക് കൂലിയൊക്കെ കൂട്ടരുത് എന്ന്. ആ സമ്മർദ്ദം അദ്ദേഹം എങ്ങനെ ബഡ്ജറ്റിൽ മറികടക്കും, ആ മറികടന്നുകൊണ്ട് റെയിൽവേ എങ്ങനെ ലാഭത്തിലേക്ക് എത്തിക്കും എന്നതാണ് അറിയേണ്ടത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ അദ്ദേഹം FDI നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു. സ്വകാര്യ നിക്ഷേപത്തിൻ്റെ പരിധി വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ആനുകൂല്യം ലഭിക്കുമോ എന്നറിയണം. ഏകദേശം 400ഓളം റെയിൽവേ സ്റ്റേഷനുകൾ സ്വകാര്യ പങ്കാളിത്തോടെ നിർമ്മിക്കാനൊക്കെ പദ്ധതി ഇട്ടിരുന്നു. ആ പദ്ധതി എത്രത്തോളം എത്തി, അത് എത്രത്തോളം പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ അറിയണം. പക്ഷേ ഇതിനെല്ലാം പുറമെ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കിയാൽ മാത്രമേ വിദേശ നിക്ഷേപം അല്ലെങ്കിൽ FDI നിക്ഷേപം അടക്കമുള്ളവ ആകർഷിക്കാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും നമ്മുടെ കയ്യിലുള്ള സമയസൂചിക പ്രകാരം ഏതാണ്ട് 8 മിനിറ്റോളം മാത്രമാണ് ബജറ്റ് അവതരിപ്പിക്കാനായി ഇനിയുള്ളത്. ഗോപകുമാർ, താങ്കളിലേക്ക് എത്താം. റെയിൽവേ ബജറ്റ് 2016 അല്പസമയത്തിനുള്ളിൽ അവതരിപ്പിക്കുകയാണ്. സുരേഷ് പ്രഭു അതിനായുള്ള ഒരുക്കങ്ങളുമായി ആ പെട്ടിയുമായി പാർലമെന്റിലേക്ക് എത്തിയിരിക്കുന്നു, ലോക്സഭയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി നൽകുന്ന ഘട്ടത്തിൽ ശ്രീ ജെ ഗോപകുമാർ, നിരീക്ഷണങ്ങൾക്കോ അല്ലെങ്കിൽ അത്തരം ചർച്ചകൾക്കോ ഇനി പ്രസക്തിയില്ല. വെറും 8 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് മാത്രമുള്ള ഒരു പൂരത്തിൻ്റെ കുറിച്ച് നമുക്ക് അധികം വിശദീകരിക്കേണ്ടതില്ല. നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെ? ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആവശ്യങ്ങൾ വരുന്നു. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരായ യാത്രക്കാർ നേരിടുന്ന അടിസ്ഥാനമായ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടുന്നില്ല.
കൂലിയുടെ വർധനവ് അതുമൂലമുണ്ടാകുന്ന തിരിച്ചടികൾ യാത്രക്കാരൻ്റെ പോക്കറ്റിന് ആഘാതം കൂട്ടുന്നു. ഇത്തരം ഒരുപാട്. പക്ഷേ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ മികവോടുകൂടി എന്തുതരം മാജിക്കാകും സുരേഷ് പ്രഭു കാണിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ കാണാൻ. ഒരു സാധാരണക്കാരനായ റെയിൽവേ യാത്രക്കാരെ സംബന്ധിച്ച് അവൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യം നേരത്തെ നമ്മൾ വിലയിരുത്തിയതാണ്. കൂടുതൽ ട്രെയിനുകൾ കഴിഞ്ഞ റെയിൽവേ ബജറ്റിൽ ചരിത്രത്തിലാദ്യമായി റെയിൽവേ മന്ത്രി PSC അപ്പോയിൻമെൻറ്റ് ബാൻ പോലെ ന്യൂ ട്രെയിൻസിന് ബാൻ ഏർപ്പെടുത്തി. ആ ബാൻ ഒരു വർഷം നിന്ന് പൂർത്തിയാവുകയാണ്. ഇന്നും ആ ബാൻ തുടരുമോ എന്ന് യാത്രക്കാർ അല്പസമയത്തോളം നമുക്കറിയാം. ഇന്നും ആ ബാൻ ഇനി പറയൂ. 2, സ്വകാര്യ ബസ് കുത്തക മുതലാളിമാരെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. കേരളത്തെ സംബന്ധിച്ച് വടക്കൻ മേഖലകൾ, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ വിഭവ സമാഹരണവും ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ കാര്യമൊക്കെ ഓരോ അതിഥികൾ സംസാരിക്കുകയുണ്ടായി. നമുക്കറിയാം ഒരുപാട് ഇതിനൊക്കെ കോടികൾ വേണം. കോടികൾ മുതൽ മുടക്കില്ലാതെ തന്നെ അനേകമായിരം ആളുകൾ മലബാറിലും കോഴിക്കോടും മലപ്പുറത്തും ഒക്കെയായി ഈ തിരുവനന്തപുരത്ത് ഭാഗത്തുള്ള തെക്കൻ തിരുവിതാംകൂറുകാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം ആശ്രയിക്കുന്ന ട്രെയിനുകൾ, ഉദാഹരണത്തിന് രാജ്യറാണി ലിങ്ക് എക്സ്പ്രസ്, മുൻ സർക്കാർ ആരംഭിച്ച അമൃത എക്സ്പ്രസിനോട് ലിങ്ക് ചെയ്ത് ആരംഭിച്ച നിലമ്പൂർ തിരുവനന്തപുരം രാജ്യറാണി ലിങ്ക് എക്സ്പ്രസ് അത് സ്വതന്ത്ര ട്രെയിനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരും MP-മാരും എല്ലാവരും തന്നെ തീർച്ചയായും ഗോപകുമാർ, ഇതിനൊക്കെ മറുപടിയുമായി ജോർജ് കുര്യനുമുണ്ട് നമ്മോടൊപ്പം. പ്രമുഖ BJP നേതാവ് ശ്രീ ജോർജ് കുര്യൻ. അദ്ദേഹം പറഞ്ഞതൊക്കെ അക്കമിട്ട് താങ്കൾ കേട്ടല്ലോ. മറുപടിക്കായി താങ്കൾ കാത്തിരിക്കും.